ഹലോ, എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? അപ്പോൾ ഞാൻ കുറേ വിചാരിക്കണം നമ്മുടെ അബിഡ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ കുറേ ഷോർട്സ് ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഇനി ലോങ് വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്തിടും എന്നായിരുന്നു എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഒരു വ്ളോഗ് ഇടണോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻ്റ് എടുത്ത് പറയണോ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ വ്ളോഗ് ഓൾറെഡി എടുത്ത് വെച്ചു, പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് അതൊരു വ്ളോഗായിരിക്കും. അല്ല കേട്ടോ, അത് 2 കൊല്ലം മുന്നേ സംഭവിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ കാണാൻ ഇടയായി. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ബാംഗ്ലൂർ വെച്ചിട്ട് അവനുണ്ടായ ഒരു മോശം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. അതായത് അവൻ ആ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ, അവൻ ഊബർ വിളിച്ചു, പക്ഷെ ഊബറുകാരൻ വന്നില്ല. അതിനുശേഷം അവൻ അവിടുത്തെ ഒരു ഓട്ടോ എടുത്തു. എന്നിട്ട് ഓട്ടോക്കാരൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഉത്തരം. എന്നിട്ട് പാതി വഴിയിലെത്തിയപ്പോൾ അയാളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാളുടെ ഫ്രണ്ട്സിനൊക്കെ ഓട്ടോയ്ക്ക് വിളിച്ചെടുത്തിട്ട് ചെക്കനെ ഒരേ ഭീഷണി, കഴുത്തിൽ കത്തിയൊക്കെ വെച്ചിട്ട് നീ പൈസ ഒന്നുമില്ലെങ്കിൽ നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഭീഷണി. അവൻ്റെ ഫോണൊക്കെ പിടിച്ചെടുത്തു എന്നാണ് അവൻ ആ വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് ഒരു പോയിന്റിലെത്തിയപ്പോൾ അവൻ എന്ത് ചെയ്തു, ചെക്കന് കറിയിൽ സമ്മതിക്കണമല്ലേ, അവൻ ചാടി, ഇത്ര ഓട്ടോ ഒന്ന് ചാടി, അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ ചാടി. ആ ചാടൽ അവന് കുറേ മുറിവൊക്കെ പറ്റിയെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ബാംഗ്ലൂരിൽ വെച്ചിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതിങ്ങനെയായിരുന്നു. എനിക്ക് ജോലി കിട്ടി, കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 2021 എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് 2 കൊല്ലം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതിനുശേഷം 2023 ജൂണിൽ അവരെന്നെ ബാംഗ്ലൂർ ഓഫീസിലേക്ക് വിളിച്ചു. ജസ്റ്റ് 2 ദിവസം റിപ്പോർട്ട് ചെയ്തിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ ഇനി ബാംഗ്ലൂർ പോകണല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോകണം കേട്ടോ. ഇതിന് മുമ്പ് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. ശരി, ഓക്കെ, പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ കയറി. എന്നിട്ട് ബാംഗ്ലൂരിലെ KR-പുരം, കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. എൻ്റെ കസിൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. എന്നിട്ട് പുള്ളി എന്നെ പുള്ളിയുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അതിൽ പിറ്റേ ദിവസമാണ് എനിക്ക് റിപ്പോർട്ടിംഗ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ് പുള്ളി എന്നെ കൊണ്ടാക്കുന്നതാണ് ഓഫീസിൽ. പക്ഷേ പുള്ളിക്ക് എമർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ ഊബർ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഓഫീസിലെത്തി. എന്നിട്ട് വൈകുന്നേരം തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തണമല്ലോ. അപ്പോൾ പിന്നെ തിരിച്ചും ഊബറിനെ വിളിക്കാൻ ശരണം, വേറൊരു വഴിയില്ല. പിന്നെ കൺഫ്യൂഷൻ, ഊബർ ഓട്ടോ ആണോ ബൈക്ക് വേണോ എന്നാണ്. കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക്കൊക്കെ അല്ലേ, ശരി ബൈക്ക് എടുക്കാം, ബൈക്കാകുമ്പോൾ പെട്ടെന്ന് എത്തും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പിക്കപ്പ് ഏരിയ കണ്ടെത്താൻ കുറേ വിഷമിച്ചു. കുറേ ആൾക്കാർക്ക് ചോദിച്ചാണ് ഞാൻ പിക്കപ്പ് ഏരിയ കണ്ടെത്തുന്നത്. ഞാൻ അവിടെ പോയി നിന്നു. എന്നിട്ട് ഊബറുകാരൻ വന്നു. അയാൾക്ക് ഞാൻ OTP പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്തു, ഞാൻ അയാളുടെ ബൈക്കിൽ കയറി പോയി. ഓക്കെ, ഇനിയാണ് ഞാൻ തമ്പനയിലേക്ക് എത്തുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് സംഭവം. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഫ്ലാറ്റ് എത്തിയപ്പോൾ പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ ഫോണ് കാണാനില്ല. ആകെ പെട്ടില്ലേ. എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഞാൻ OTP കൊടുത്തിരിക്കും ഓർമ്മയുണ്ട്. സോ വഴിയിൽ വീണ് പോയാൽ ഞാൻ ഉറപ്പിച്ചു. ഇയാൾക്ക് കന്നഡ മാത്രമേ അറിയൂ, എനിക്ക് ഇംഗ്ലീഷും മലയാളം അത്യാവശ്യം അറിയാം, പിന്നെ കുറച്ച് തമിഴും അറിയാം. എന്നിട്ട് ഇയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട്. ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുക പൈസ എവിടെ. അവസാനം ഞാൻ എൻ്റെ കസിനെ വിളിച്ചു. കസിന് അത്യാവശ്യം കന്നഡയൊക്കെ അറിയാം. എന്നിട്ട് ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഫോണ് വഴിയിൽ വീണ് പോയി എന്നൊക്കെ. കാരണം ഇയാൾക്കും ചെറിയൊരു പങ്കില്ലേ, കാരണം ഇയാൾക്ക് ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ഒക്കെ ആയിരുന്നു. ഞാനും ശ്രദ്ധിക്കണമായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ കസിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി തപ്പിയാലോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ പോയിട്ട് കാര്യമില്ല, കാരണം വന്ന വഴി ഇയാൾക്കെല്ലാം അറിയൂ. അപ്പോൾ നിങ്ങൾ പോയി നീ ഇവൻ്റെ പിന്നാലെ പോയിട്ട് തപ്പുന്ന പറഞ്ഞു. പക്ഷേ പുള്ളി പിന്നെയും പറഞ്ഞു കിട്ടാൻ ഒരു ചാൻസും ഇല്ല, കാരണം ബാംഗ്ലൂർ അറിയാലോ, തെഫ്റ്റിനും റോബറിക്കും റൗഡിസത്തിനൊക്കെ പേര് കേട്ട നാടാണ്. ഐഫോണാണ് എൻ്റെ ഐഫോൺ, മനസ്സിലാക്കണം, iPhone 13 ഞാൻ 1 കൊല്ലമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ബാംഗ്ലൂർ തെരുവിലൊക്കെ iPhone പോയാൽ അതിൻ്റെ പൊട്ടി പോലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഓക്കെ, കിട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇയാളുടെ പിന്നാലെ പോയിട്ട് ഫോൺ തപ്പാന്ന് വിചാരിച്ചു. പക്ഷെ ഇയാൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അതായത് അയാളുടെ ഫോൺ എൻ്റെ ഫോണിലേക്ക് കുറേ അടിക്കണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അഥവാ ആരെങ്കിലും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഹോപ്പ്, അത്രയേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇയാളുടെ പുറകിൽ പോയി തപ്പാൻ പോയി. അവസാനം അയാളുടെ ഫോൺ എൻ്റെ ഫോണിലേക്ക് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളെടുത്തു. നിങ്ങളത് ആരെങ്കിലും വിശ്വസിക്കുക, ഉണ്ടായ സംഭവമാണ്. ഒരു ആളെടുത്തു. ഞാൻ ശരിക്കും ഞെട്ടി. എന്നിട്ട് അയാൾ പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഫോണുണ്ട്, ഇവിടെ വന്ന ഫോൺ തരാമെന്ന്. എൻ്റെ പൊന്നോ, എൻ്റെ കിളി സത്യം പോയി. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി ചിലപ്പോൾ ഇയാൾ കവളിപ്പിക്കുകയായിരിക്കുമല്ലോ. അപ്പം ശരി, അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കാൻ വിചാരിച്ചു. പോയപ്പോൾ അയാൾ ഫോണും പിടിച്ച് നിൽക്കണു. എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു നല്ല മനുഷ്യന് ലോകത്തുണ്ട് എന്നൊക്കെ. ഇത് ശരിക്കും ബാംഗ്ലൂരിൽ നടന്ന സംഭവമാണ്.
എന്നിട്ട് ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് ഒരു ഫോൺ മേടിച്ചു. എന്നിട്ട് ഞാൻ കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അയാളും കന്നഡയിൽ എന്തൊക്കെ പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായൊന്നുമില്ല, ശ്രദ്ധിക്കണം എന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, അപ്പോൾ ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ ആ സംഭവം ഈ സംഭവം കണക്ട് ചെയ്തപ്പോൾ രണ്ടും ഉൾട്ട എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, നമ്മൾ ഒരു നാടിനെ ഫുള്ളായിട്ട് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അവിടെ നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടാവും അല്ലേ. ആ ഇന്നലെ കുട്ടിക്കുണ്ടായത് മോശം അനുഭവമാണെങ്കിൽ എനിക്ക് അന്ന് സംഭവിച്ചത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് ഫസ്റ്റ് ബാംഗ്ലൂർ എക്സ്പീരിയൻസിന് പോസിറ്റീവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഒരു നാട് നമ്മൾ ഫുള്ളായിട്ട് കുറ്റം പറയരുത്. നമ്മൾ മാക്സിമം എല്ലാവർക്കും നല്ലത് ചെയ്ത് ജീവിക്കുക. അപ്പോൾ നമുക്ക് നല്ല തിരിച്ചു കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും, കാരണം വ്യത്യസ്തരമായ ആൾക്കാരല്ലേ ഭൂമിയിലുള്ള. സോ അപ്പോൾ അത് ഈ ചെറിയ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ മാക്സിമം എല്ലാവർക്കും നല്ലത് ചെയ്ത് ജീവിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചെറിയ ചാനലാണ്, യൂട്യൂബ് ചാനലാണ് അബിഡ വ്ളോഗ്സ്. അപ്പോൾ അത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.